മറ്റൊരു ചൂടുള്ള ദിവസത്തിൽ നിന്ന് താഷ്കന്തിലെ ഉസ്ബെക്കിസ്ഥാൻ്റെ തലസ്ഥാനമായിട്ടുള്ള താഷ്കന്തിൽ നിന്ന് സ്വാഗതം പറഞ്ഞ വീഡിയോ അടങ്ങുവാണ്. കുട്ടാ ഒരു ഹായ് പറ. ഇതാണ് ഇർഫാൻ, അവിടെതാണ് നമ്മുടെ അജ്മൽ. എൻ്റെ ഇവിടുത്തെ ഹോസ്റ്റാണ് കേട്ടോ, ഉസ്ബെക്കിസ്ഥാനിലെ ഹോസ്റ്റാണ്. മലയാളികൾ സൂമോ ആവുന്നില്ലല്ലോ. എൻ്റെ ഫോണൊക്കെ മാറ്റേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. ഇർഫാൻ പറഞ്ഞു എനിക്ക് ഒരു ഫോൺ വാങ്ങിച്ചു തരാം. ഇർഫാനെ ഇന്ന് ഏത് ഫോൺ വാങ്ങിച്ചു തരുവാടാ? 17 Pro ഇർഫാൻ വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞു. ഞാൻ പുതിയ 7 Pro വാങ്ങാൻ വേണ്ടി പോവാണ്. നീ വിഷയം മാറ്റല്ലേ? ഇവിടെ കണ്ടില്ലേ മുന്തിരി കൊലകൾ? ഓ അടിപൊളി കേട്ടോ, ഫുള്ള് മുന്തിരിയുടെ കൊലകളാണ്. ഇവിടെ സെൻട്രൽ ഏഷ്യയിൽ മുന്തിരി, ആപ്രിക്കോട്ട്, ഇത് ചെറികൾ, അതൊക്കെ ധാരാളം കാണാനായിട്ട് സാധിക്കും. ഇവിടെ എല്ലാം മുന്തിരികളാണ്. BMW M3 അടിപൊളി കാറ് കേട്ടോ. ഇവിടെ റോഡ് ഫുള്ള് മുഴുവൻ വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളികളിൽ വന്ന ആളുകളുടെ തിരക്കാണ് കേട്ടോ. മുഴുവൻ ആ കാണുന്നതാണ് പള്ളി. പോലീസും തോക്കും ഒക്കെ ഉണ്ടല്ലോ പള്ളിയുടെ നമസ്കാര സമയത്തും. നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഫുള്ള് തിരക്കായിട്ട് ആളുകൾ ഇറങ്ങി പോവാണ്. ഞാൻ ആക്ച്വലി ആദ്യമായിട്ടല്ല കേട്ടോ ഇവിടെ ഉസ്ബെക്ക് ബ്രെഡ്, പള്ളിയുടെ പുറത്തായിട്ട് ഇവിടെ ഉസ്ബെക്ക് ബ്രെഡൊക്കെ അവർ വിൽക്കുന്ന കാഴ്ചയാണ്. ഞാൻ മുമ്പ് തെർമിസ് നമ്മുടെ അഫ്ഗാനിസ്ഥാൻ ബോർഡറിൻ്റെ അടുത്ത് പോയപ്പോഴാണ് ഇതുപോലെ ഒരു ദിവസം ജുമ നമസ്കരിക്കാൻ വേണ്ടി പോയപ്പോൾ ഫുള്ള് പോലീസും തോക്ക് വെച്ച് ഫുള്ള് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അഫ്ഗാനിൻ്റെ തൊട്ട് ബോർഡറാണല്ലോ, അതുകൊണ്ട് വല്ലതൊക്കെ ആണെന്ന്. എനിക്കൊന്ന് ഇവിടെ സ്ഥിരം ഇതുപോലെ ഉണ്ടോ? പക്ഷെ ഞാൻ ബുക്കാറയിലൊക്കെ പോയപ്പോൾ ഇല്ലായിരുന്നല്ലോ. പിന്നെ ഇവിടെ വലിയൊരു ബാരിക്കേഡൊക്കെ ഫ്രണ്ടിൽ വെച്ച് റോഡൊക്കെ ബ്ലോക്ക് ചെയ്യും എല്ലാ ജുമ. എന്താണ് അജ്മലെ ചൂടല്ലേ? ചൂട് കേട്ടോ. നാട്ടിലെ പോലത്തെ ചെറിയ ക്യാൻഡീസാണ് കേട്ടോ. ബോക്സിൽ ചിലപ്പം പല കളിപ്പാട്ടങ്ങൾ, ചിലപ്പം ചെറിയ കാർഡ് ഗെയിം, കള്ള ഡോളർ, അതൊക്കെ ഉള്ള ചെറിയ സാധനമാണ്. ഇവിടെ നമ്മുടെ കമ്മ്യൂണിസ്റ്റിൻ്റെ ഐസ്ക്രീമൊക്കെ ഉണ്ട് സാധാരണ. അതില്ലേ CCPയുടെ ഐസ്ക്രീം? ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ അരിവാൾ ചുറ്റുക നക്ഷത്രമുള്ള ഐസ്ക്രീമൊക്കെ ഉസ്ബെക്കിസ്ഥാനിൽ ലഭിക്കും കേട്ടോ. അതിവിടെ കാണാനില്ല. നമ്മളങ്ങനെ ടാക്സി എടുത്ത് ഒരു മാർക്കറ്റിലോട്ട് പോവാണ്. ഇത് കഴിഞ്ഞിട്ട് ആണ് എനിക്ക് ഇർഫാൻ iPhone 17 Pro Max വാങ്ങിച്ചു തരാന്ന് പറഞ്ഞത് അല്ലേ ഇർഫാനെ? സലാമലൈക്കും. യൂട്യൂബ് ബ്ലോഗർ. Beer use on all the countries. Beer use on all the countries. Dawla. Tourist. Malades. Beer use on all the. YouTube. Namaste Uzbekistan. റഹ്മത്ത്. ഇവിടെ ഉച്ചയ്ക്ക് സംസയ്ക്കുള്ള തിരക്കാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന ആളുകൾ, പള്ളിയിലൊക്കെ പോയിട്ട് സംസ വാങ്ങാനൊക്കെ പോകുന്ന ആളുകളുടെ തിരക്കൊക്കെയാണ്. വെയിലായോണ്ട് നമ്മളാരും വണ്ടിയുടെ ഫ്രണ്ടിൽ കയറിയില്ല. പുള്ളിക്കാരൻ ചില ആളുകൾ സംസാരിക്കാനൊന്നും പാടില്ല കേട്ടോ. നമ്മൾ ശബ്ദം ഉണ്ടാക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് പുള്ളിക്കാരൻ കുറേ നേരമായിട്ട് ഭയങ്കര ഒരു റൂഡായിട്ട് കേട്ടോ. ഇന്ന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അങ്ങനെ ഇവിടുത്തെ മല്ലിക ബസാർ എന്ന് പറയുന്ന ഇതേതാ മല്ലിക ബസാറിൻ്റെ പുറകിലാണല്ലോ. ഇത് കയറി ഉള്ളിലോട്ട് പോകണം. ഇത് കണ്ട റെസ്റ്റോറൻറ്റിൻ്റെ പുറകു ഭാഗമെന്ന് വിചാരിക്കും. പക്ഷെ കയറി വരുമ്പോൾ ഇലക്ട്രോണിക്കിൻ്റെ മാർക്കറ്റൊക്കെയാണ്. ഫുൾ ഇലക്ട്രോണിക് മാർക്കറ്റും സംഭവങ്ങളൊക്കെ ഇവിടെ. ഒരു വലിയൊരു മാർക്കറ്റാണ് കേട്ടോ ഇവിടുത്തെ താഷ്കന്തിലെ മല്ലിക ബസാർ. മൊബൈലിൻ്റെ സാധനം മാത്രമല്ല കേട്ടോ, ഇതുപോലുള്ള ഇലക്ട്രോണിക്സ്, നമ്മുടെ വാഷിംഗ് മെഷീന്, അങ്ങനെ പലതരത്തിലുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. AC, എയർ കണ്ടീഷനിങ്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഈ കാണുന്ന ഒരു സ്ക്വയർ മുഴുവൻ ഇവരുടെ ഇലക്ട്രോണിക് കടകൾ, ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്, അതിൻ്റെ അതൊക്കെയാണ്. ഞാനിനി അടുത്ത ഭാഗത്തോട്ട് പോവാണ്. നട്ടുച്ചയ്ക്ക് എൻ്റെ ഫോണിൽ ചാർജ് പോലും നിൽക്കുന്നില്ല. എൻ്റെ പ്രധാന കാരണം ഈ ചൂടായതുകൊണ്ടാണ് ചാർജ് പോലും നിൽക്കാത്തത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറുമ്പോഴും ഇതുപോലുള്ള കുറേ കടകളൊക്കെ. ഞാൻ മൈക്കൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഒരു ഹോളിലാൻഡിൻ്റെ മൈക്കും റെയ്മാൻ്റെ ഗ്ലാസ്സൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇതിന് 40,000 രൂപ അടുപ്പിച്ചുണ്ട്. ഇതിന് 6,000 രൂപ. 6, 1.8 മില്യൺ ആണ് കേട്ടോ. 18,50,000 കയ്യിലിരിക്കുന്നത്.
ചോദിക്കുന്നത്. 50 ലക്ഷം കൊടുത്തിട്ടാണ് ഞാൻ സാധനം വാങ്ങാൻ വേണ്ടി പോകുന്നത്. 50 ലക്ഷം 53 ലക്ഷം 53 ലക്ഷം പടച്ചോനെ. അക്ക ഡിസ്കൗണ്ട് സ്കിറ്റ് കാർ 5.3 million. പുള്ളിക്കാരൻ ഡിസ്കൗണ്ട് തരാൻ വേണ്ടി പോയപ്പോ പുള്ളിക്കാരൻ തറന്നില്ല കേട്ടോ. ഈ പുള്ളിക്കാരൻ 5 മില്യന്റെ അപ്പുറം പിന്നെ അടുത്ത സാധനം എന്താ ഈ കാണുന്ന സാധനം വാങ്ങണം. ഇതിന് വീണ്ടും ഒരു 10,000-3000 രൂപ, നാട്ടിലത്തെ 3000 രൂപ അടുപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പോഴാണ് നീ സ്റ്റാർട്ട് ചെയ്തത്, ഇത്രയും നേരം സ്റ്റാർട്ട് ചെയ്യല്ലേ? ഇപ്പൊ നമ്മളെ കൂടെ പോഡ്കാസ്റ്റ് ആയിട്ട് എത്തിയിട്ടുള്ളത് കേരളത്തിന്റെ, ഇങ്ങനെ പറഞ്ഞു ഓൾറെഡി, കേരളത്തിന്റെ ബെയർ ഗ്രിൽസ്. വേറെ ഗ്രിൽസ് ആദ്യം നീ നേരെ പറയാതെ. ഒന്നും പറയാല്ല, സന്തോഷം. ഇവനെ കണ്ടതില് അതിലും വലിയ ഭാഗ്യം പിന്നെ ജീവിതത്തിൽ വരാനില്ല. കാരണം എല്ലാ രാത്രിയും അജുവിന്റെ ബില്ല് കെട്ടിപ്പിടിച്ചിട്ട് കിടക്കാം. ഇതിലും കേട്ടോ, ഞാൻ ഇത് യൂട്യൂബിൽ ഇടും. ഇത് കേൾക്കൂലൊന്നും കുഴപ്പമില്ല, വീഡിയോയിൽ വരുമ്പോ നീ കാണും. ഇതാണ് ഞാൻ കുളിക്കാത്തത്. നമ്മുടെ തുർക്ക്മെനിസ്ഥാനിൽ നിന്നുള്ള കാറൊക്കെ ഉണ്ട്. തുർക്ക്മെനിസ്ഥാനിൽ നിന്നുള്ള കാറാണ്. ഇവിടെ നമ്മൾ എല്ലാ കാറുകളും ഇറങ്ങുന്ന ഒരു ഭാഗമാണ് കേട്ടോ. വലിയൊരു മാർക്കറ്റാണ്, വലിയൊരു ഹോൾസെയിൽ മാർക്കറ്റും കൂടിയാണ്. പിന്നെ റീറ്റെയിലും എല്ലാം ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗോനമാടികൂടെ കാർഡ് അടിക്കാൻ വേണ്ടി വന്നതാണ്. കമ്പനിയുടെ കാർഡാണ് കേട്ടോ, ബിസിനസ് കാർഡ്. നാട്ടിലുണ്ട്, എൻ്റെ കയ്യിലില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ അത് അടിക്കാൻ വേണ്ടി വന്നതാണ്. അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങുവാണ്. ഇവിടെ ഉസ്ബെക്കിസ്ഥാനിലെ പോലീസിന് കുതിരയുണ്ട് കേട്ടല്ലോ. നമ്മുടെ തിരുവനന്തപുരത്തുള്ള പോലീസിനും കുതിരയുണ്ട് കേട്ടോ. കേരള പോലീസിനും കുതിരയുണ്ട്. പർച്ചേസിന് ശേഷം അവസാനം ഞാൻ വീട്ടിലോട്ട് വന്നു. വീട്ടിലോട്ട് വന്നിട്ട് രാവിലെ തന്നെ വെളുപ്പാലത്ത് ഇറങ്ങേണ്ടതാണ്. എല്ലാം ലേറ്റായിപ്പോയി. രാവിലെ തന്നെ ബാഗും വെച്ച് ടാക്സി വന്നു. ഞാൻ മറ്റേടെ ക്ലാസ്സും വെച്ചിരിക്കുകയാണ് കേട്ടോ. അസ്സലാമു അലൈക്കും. വിശ്വാസ്. ഇവിടെ ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് സീറ്റ് ഇടണ്ട, സീറ്റ് ആക്ച്വലി ഇടുന്നത് അത്യാവശ്യമാണ്. പുള്ളിക്കാരന് ഡ്രൈവറിന് സീറ്റ് ഇടണം. അപ്പോൾ ഞാൻ ഇനി നേരെ പോകുന്നത്, ആക്ച്വലി ഞാൻ പാതിരാത്രി എയർപോർട്ട് പോകേണ്ടതാണ്. അതായത് എന്നെ കാണാനല്ല കേട്ടോ, നമ്മുടെ ട്രാവൽ പ്ലാൻ അങ്ങനെ ആയിപ്പോയി. ഒരു നമ്മുടെ സായില്ലേ, സായി ഇറാനിൽ പോകേണ്ടതാണ്, ഞാനും ഇറാനിൽ പോകേണ്ടതാണ്. വിസയുടെ കിട്ടാനില്ല, സായിക്കും കിട്ടിയില്ല. അങ്ങനെ സായിക്ക് ബോർഡർ വഴിയും പോകാൻ പറ്റില്ല. സായി അങ്ങനെ ഫ്ലൈ ചെയ്ത് ഉസ്ബെക്കിസ്ഥാനിലോട്ട് വന്നു. അതുകൊണ്ട് തന്നെ 2 ദിവസം കൂടെ ഇവിടെ വെയിറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും അങ്ങനെ ഇടാത്തത്. അപ്പോൾ ഞാൻ സായിയെ മീറ്റ് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിൽ പോയി പിക്ക് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോൾ പിന്നെ പാതിരാത്രിയാണ്. സായി പറഞ്ഞ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ സായി ഒരു സ്ഥലത്ത് മീറ്റിംഗ് പോയിന്റ് വന്നു, ഞാനും മീറ്റിംഗ് പോയിന്റിലോട്ട് പോകുന്നു. പിന്നെ അവിടെ നിന്ന് അടുത്ത നഗരമായിട്ടുള്ള തഷ്കന്തിൽ നിന്ന് മറ്റൊരു മനോഹരമായിട്ടുള്ള നമ്മുടെ സിൽക്ക് റൂട്ടൊക്കെ പാസ് ചെയ്തിട്ടുള്ള, പണ്ടത്തെ ട്രേഡൊക്കെ പാസ് ചെയ്തിട്ടുള്ള സമർക്കാന്ത് എന്ന് പറയുന്ന മറ്റൊരു ഇവിടുത്തെ ടൂറിസ്റ്റിക് ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു നഗരത്തിലോട്ടാണ് പോകുന്നത് രാവിലെ തന്നെ. അപ്പോൾ ടാക്സിയിൽ നമ്മൾ മീറ്റിംഗ് പോയിലോട്ട് പോവാം. KFC-യിലോട്ട് വന്നിരിക്കുകയാണ് സായിനെ കാണാൻ വേണ്ടി. I already see you, Mahin. I already see you. I know. How are you? How are you? Good. Good? Yes. New glasses then? Yeah. Your birthday gift? My birthday gift, yeah. You look weird with the Is glasses. it? I kind of. Looks because good I like or this bad? stuff. No, it's okay, but I never see with glasses. So can I see? Yeah. So you're all the time filming? അയ്യോ, ഞാനിത് സണ്ണ് വരുമ്പോ മാറ്റാനുള്ളതാണല്ലോ ആയിട്ടത്. സണ്ണ് വീണിട്ട് ഇത് മാറുന്നില്ലല്ലോ കളർ. എന്നെ തേച്ചോ? Why it's not changing? Now it's changing a bit, Not right? changing? No. No? I don't see anything. സൂര്യ അടിച്ചിട്ടും മാറുന്നില്ല. പടച്ചോനെ പറ്റിച്ചോ? Are you True, following me, Sai? You are following me. Why are you following me? You are following me. Why are you following my me? first plan, like. You go are to following all me these- always. See, she came all the way from... No, I was in Azerbaijan. She flew to Azerbaijan for me. I was in Uzbekistan. She came to Uzbekistan. No, you are Why? here. You are here Stop for me. following me and travel alone, you know? No. Don't follow You are me. here Don't for follow me. Because you want to go to Turkmenistan. You want to go all the countries that I say that I want to go. You start to say, okay, I want to go. ഇനി രാവിലെ നടക്കുവാണ്. നടന്ന് നമ്മൾ ബസ് കയറിയിട്ട് പിന്നെ ലിഫ്റ്റ് അടിക്കാനുള്ള സ്പോട്ട്. വാട്ട് ഡിഡ് യു ക്യാരി ഫോർ മീ? സായി പുതിയ ക്യാപ്പൊക്കെ വാങ്ങിച്ചു, ന്യൂ ക്യാപ്പ്.
Good I girl. look so feminine with this. Yeah, because It's you're. so pink. I don't know what it is, my friend. You like pink, right? No, I hate the pink. Okay. But look, the same. I didn't find them, you know? It's a something matching without now. pink color. Or what they give you. You always give me things from the airplanes. No. Yes, you always give me things from airplanes. No. ഞാൻ വിചാരിച്ചു എന്തോ സാധനം എനിക്ക് വേണ്ടി കൊണ്ടുവന്നു. ഉടനെ ഞാൻ നോക്കിയപ്പോഴേ ഉസ്ബെക്കിസ്ഥാൻ എയർലൈനിൽ കിട്ടുന്ന ഒരു ഫ്രീ സ്നാക്ക് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. ഈ സാധനം എനിക്കും കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ് സായ്. I know. അങ്ങനെ ബസ് വന്നു. ഓ തിരക്കാണല്ലോ ഫുൾ. നമ്മൾ ബസ് ഇറങ്ങിയപ്പോൾ സാധാരണ ഇവരുടെ പതിവ് ലോക്കൽ മാർക്കറ്റിലോട്ട് വന്നെത്തിപ്പെട്ടു. ഉസ്ബെക്കിസ്ഥാൻ ഭയങ്കര എക്സ്പെൻസീവ് കേട്ടോ താഷ്കന്റ്. എനിക്ക് തോന്നുന്നു പൊതുവെ ഈ ഭാഗത്തോട്ടൊക്കെ ചീപ്പായിരിക്കണം. ഇവിടുത്തെ ഒക്കെ പ്രൈസ് ഇല്ല കേട്ടോ. ഇവിടെയും ഡോർണറിനൊക്കെ 35,000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു 300 രൂപ വരും കേട്ടോ ഈ നോൺ കബാബ് ഡോണറിന്. സാധാ മിക്സ് 25,000, അതായത് 10, 200, 220 വരും. ഒരു ഷവർമ്മയ്ക്ക് തന്നെ മാക്സ് ഷവർമ്മ സ്റ്റാൻഡേർഡ് മിക്സിന് 10, 20,000, 25,000, അതായത് അതിനും ഒരു 200 രൂപയൊക്കെ അടുപ്പിച്ച് വരും. ഹലോ, ഇവിടെ ഫുള്ള് ഡോണർ കട, ഷവർമ്മ കട, നല്ലൊരു മാർക്കറ്റ്. ഇവിടെ ക്ലോത്ത് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കടകളാണ്. സോറി, വാ, ഈ ഫുള്ള് ഇതിൻ്റെ അകത്തോട്ട് ഫുള്ള് ഷോപ്പുകളാണ്. ഇങ്ങനെ ഈ ഒരു സാധനത്തിന് തന്നെ നമ്മുടെ നാട്ടിൽ 50 രൂപ കൊടുക്കണം ഈ 3 ഇതിന്. എന്നിട്ട് സായി പറയുക കേരളത്തിലും സെയിം പ്രൈസ് ആണ്. യു തിങ്ക് കേരള It's nothing. You coming from Mexico, No, for you? You always get this kind of thing for a woman like me. And I always paid it, so you didn't know how much it's going. No, in Kerala still it will cost 20 maximum. This is 50. ഇവിടെ എല്ലാം ആളുകൾ ഇതുപോലെ റോഡിൻ്റെ സൈഡിൽ എല്ലായിടത്തും കാണും. ഇവരെല്ലാം ഓരോ വണ്ടികളിൽ കയറാൻ വേണ്ടിയാണ്. അതായത് ഇവിടെ ഒരു സമ്പ്രദായമുണ്ട്. സാധാരണ കാറിൽ എവിടെയെങ്കിലും പോകുന്ന ആൾക്കാർ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് നിർത്തും. ഏത് സ്ഥലത്താണ് പോകുന്നതെന്ന് ചോദിക്കും. ഇതുപോലുള്ള കസ്റ്റമറിനെയും കയറ്റി പോവുകയും ചെയ്യും. ഹിച്ചൈക്കിങ് വിത്ത് പൈസ, അതാണ്. രാവിലെയുള്ള തിരക്ക് നോക്കിക്കേ. ഇവിടെ കാറുകൾക്കൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. അതുകൊണ്ട് പഴയ കാറുകളൊക്കെയാണ് കേട്ടോ കൂടുതലും പല ആളുകൾ ഉപയോഗിക്കുന്നത്. പുതിയ കാറുള്ളതൊക്കെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുറച്ച് നല്ല എക്സ്പെൻസീവാണ്. ഇതാ അമ്മച്ചിമാരൊക്കെ ഓരോ വണ്ടികളിലായിട്ട് കയറി പോകുന്നുണ്ടോ. നട്ടുച്ച ഫീൽ പോലെയാണ് തോന്നുന്നത്. സമയം ആകെ രാവിലെ 8 മണിയായിട്ടേ ഉള്ളൂ. അതാണ് വേറൊരു പ്രശ്നം. അങ്ങനെ അവിടെ നിന്നാണ് ഹിച്ചയ്ക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ബുഖാറയിലോട്ട് 550 കിലോമീറ്റർ. ഇവിടെ നിന്ന് നമ്മുടെ തെർമിസ് അഫ്ഗാനിസ്ഥാൻ ബോർഡർ 728 കിലോമീറ്റർ. നമ്മളിപ്പോൾ പോകുന്നത് ബാക്കു 2000, നമ്മുടെ അസർബൈജാന്. ദുഷാംബെ നമ്മുടെ തജിക്കിസ്ഥാൻ്റെ ബോർഡർ 457. സമർക്കാന്ത് നമ്മളിപ്പോൾ പോകുന്നത് 300 കിലോമീറ്ററാണ് ആദ്യത്തെ സ്റ്റോപ്പ്. അസ്സലാമലൈക്കും. Khair Nisis? Janu? Chinas? Yanyu. Okay. Yangyul? We come Yangyul? We come? Otosopa? Ozod? Ah. Bepul Sayhot? Ah. Ah, Yangyul. Okay? Bepul Sayhot. Okay. Yeah. But he is not going far. Okay. Hitchhiking in Uzbekistan together. Side. Here you go. Very small car. Salam alaikum. Rahmat Aka. Aka isma? Khurshid. Me isma Mahin Sai. Mexico. Mexican ka? Ni kuda Indiska. Hindustan. Amitabh Bachchan, Shah Rukh Khan? No, Shah Rukh Khan? Jimmy, Aja. Ah.
നമ്മളങ്ങനെ ഫസ്റ്റ് ചേട്ടൻ്റെ വണ്ടി ലിഫ്റ്റ് അടിച്ചു. റഹ്മത്തക്ക മെക്സിക്കോ, ഇന്ത്യ, ഇന്ത്യ, I am from Uzbekistan. ഉസ്ബെക്കിസ്ഥാൻ. What? താങ്ക് യു, താങ്ക് യു. എനിക്കൊരാൾ വന്നിട്ട് വെള്ളം തരുവാണ്. ഹൗ നൈസ് ഉസ്ബെക് പീപ്പിൾ. പുള്ളിക്കാരൻ വേറെ എങ്ങോട്ടോ പോകുന്നതാണ്. നമ്മളെ കണ്ടുകൊണ്ട് ഉടനെ കാറും കൊണ്ട് വന്ന് നിർത്തി വെള്ളം തന്നിട്ട് പോയി കേട്ടോ. എന്താ നല്ല ആളുകൾ. സോ വി ആർ ഇൻ ഉസ്ബെക്കിസ്ഥാൻ ആൻഡ് വി ആർ hitchhiking here. Sahil, let's hitchhike. Please give us a ride. Yeah. Hello. No. Hello. Wow, finally we managed. Thank you, Rahmat. It's hot. Yeah. We got another ride of the day. Thank you. Okay. Wow. Oh, you want this? Okay. Thank you so much. Where are you going? Kashkadaria. Yeah. Wow, so expensive car. Salam alaikum. Rahmat. Yakshimas. Me Hindustan. Mexicanka. Mexico, yes. Spanglish. Spanish? Yes, Espanol. Spancisa. ലീപ് മോട്ടോർ എന്ന് പറഞ്ഞ ഒരു ചൈനീസ് കമ്പനിയുടെ കാറാണ്. ഇവിടെ നമ്മുടെ പത്തക്ക, നമ്മുടെ തണ്ണിമത്തൻ, പലതരത്തിലുള്ള തണ്ണിമത്തനും വേറെ മെലൻസൊക്കെയാണ് കേട്ടോ ഇവിടെ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇതാണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഫുള്ള് ഡ്രൈലാൻഡും മലനിരകളൊക്കെയാണ് കേട്ടോ കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ ഒരു ചെറിയൊരു ലേക്കൊക്കെ ഉണ്ട്. നമ്മൾ വലിയ മല കയറി വലിയ മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നമ്മളങ്ങനെ പുതിയൊരു ചെറിയൊരു വില്ലേജിലോട്ട് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗേറ്റാണ് കേട്ടോ നിങ്ങൾ കണ്ടേ. 5 മണിക്കൂറായിട്ട് കാറിലിരിക്കുകയാണ്. ദേഹം ഒന്നും സ്ട്രെച്ച് ചെയ്യാൻ പറ്റാതെ. അയ്യോ, ഒട്ടും വയ്യ. ഫുള്ള് മലനിരകളാണ്. നമ്മൾ സൗത്ത് ഭാഗത്തോട്ടാണ് പോകുന്നത്. തെർമിസ് എന്ന് പറയുന്ന അഫ്ഗാൻ ബോർഡറിൻ്റെ ഭാഗത്തോട്ടാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഗ്രാമീണമായിട്ടുള്ള ഈ റോഡൊക്കെ ഞാൻ പണ്ട് സഞ്ചരിച്ചതാണ്. 4 വർഷം മുമ്പേ സഞ്ചരിച്ച വഴികളാണ്. എല്ലാ ആൾക്കാരും വരുന്ന വഴി ഹൈവേ നിർത്തിയിരിക്കുന്ന ബ്രെഡ് വാങ്ങാനാണ് കേട്ടോ. ഇത് ബ്രെഡ് വിൽക്കുന്ന കടയാണ്. ഇവിടെ അവർ ലൈവായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ബ്രെഡ് ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള ബ്രെഡാണ്. ഒരു വില്ലേജിൽ എത്തിയിട്ടുണ്ട്. വില്ലേജ് അല്ല, ഒരു ചെറിയൊരു പട്ടണം. ഷഹ്സിബാദ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് വന്ന് നിർത്തി. പഴയ സോവിയറ്റ് കാല കാറുകളും പിന്നെ ഇതുപോലുള്ള ഒമിനി വണ്ടികളാണ് കേട്ടോ ഈ കാണുന്ന ഭാഗത്തൊക്കെ കൂടുതൽ. ഉസ്ബെക്കിസ്ഥാനിലെ മലയോര പ്രദേശങ്ങളിലെല്ലാം ഇതുപോലെ വണ്ടികളാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഇൻഡിവിജ്വലായിട്ടുള്ള ആളുകളും ഈ ലോഡ് കൊണ്ടുപോകാനായിട്ടും എല്ലാത്തിനും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വണ്ടി. എന്ന് പറഞ്ഞാൽ നമുക്ക് സംസ ഇൻ ഷഷ്ലിക്, സംസയും ഷഷ്ലിക്കും ആണല്ലോ. എനിക്കിവിടെ തോന്നുന്നില്ല കേട്ടോ. നമ്മുടെ പുലാവ് കിട്ടുമെന്ന്, പുലാവിനാണ് വന്നത്. ഇവിടെ സംസയും ഷാഷ്ലിക്കിൻ്റെയും ഒരു റെസ്റ്റോറൻ്റാണ് ഈ കാണുന്നത്. അസ്സലാമലൈക്കും. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് നമ്മളെ കാണാൻ. കഴിച്ചിറങ്ങി. നല്ല അടിപൊളി കാറ് കേട്ടോ, മഞ്ഞ പഴയ കാറ്. ഇവിടെയുള്ള വീടുകളെല്ലാം ഇതുപോലത്തുള്ള വീടുകളാണ്. മുന്തിരിക്കൊലകൾ, ഇതുപോലത്തെ ആപ്രിക്കോട്ട് സാധനങ്ങൾ. വാഴ, ബനാന, വാഴയൊക്കെ ഉണ്ടല്ലോ പടച്ചോനെ. ഇതെവിടെ നിന്ന് വന്നു? വഴിയിൽ ഷഹ്റിസാബാദ് എന്ന് പറയുന്ന ഒരു കുഞ്ഞ് നഗരത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ പഴയ ചരിത്ര പ്രധാനമായിട്ടുള്ള പഴയ നമ്മുടെ അമീർ തൈമൂറിൻ്റെ കാലത്തുള്ള കുറേ ചെറിയ പഴയ ബിൽഡിങ്സൊക്കെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഉള്ള ആളുകൾ കുറച്ച് ഇവരുടെ ഒരു മിനുക്കുള്ള ഡ്രസ്സുകൾ ധാരാളം ഉപയോഗിക്കും കേട്ടോ. നമ്മളതങ്ങനെ താഷ്കന്തിൽ അങ്ങനെ അധികം കാണാൻ സാധിക്കില്ലെങ്കിലും ഈ ഒരു ഭാഗത്തോട്ട് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സ്ഥലം
അങ്ങനത്തെ ഡ്രസ്സുകളും ഇട്ടുള്ള സ്ത്രീകളെയൊക്കെ ധാരാളം ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇംഗ്ലീഷ് സ്കൂളാണ്, ജനറൽ ഇംഗ്ലീഷ്, അറബ്, IELTS അതിൻ്റെയൊക്കെ കോച്ചിങ് സെൻ്ററാണ്. ഇവിടെ ഒന്നും തന്നെ ഇല്ല, ആകെ കുറച്ച് ബിൽഡിങ്ങുകൾ മാത്രമേ ഉള്ളൂ, കുറച്ച് കടകളുണ്ട്. ഇങ്ങനെ വെറുതെ അങ്ങനെ ഭയങ്കര ഓപ്പണായിട്ട് കിടക്കുന്ന വിജനമായിട്ടുള്ള ഒരു ചെറിയൊരു നഗരം. ഇവിടെ ഇതൊക്കെ അപ്പാർട്ട്മെൻറ്റുകളാണ്, ചെറിയ ചെറിയ ബിൽഡിങ്ങുകൾ. ഇത് പുതിയ ബിൽഡിങ്ങുകൾ, അതിൻ്റെ ബാക്കിലായിട്ട് ഇവരുടെ പഴയ ബിൽഡിങ്, വലിയ കോമ്പൗണ്ടുള്ള വീടുകളാണ് കേട്ടോ ഇവിടെയുള്ള. നമ്മുടെ ചരിത്രപ്രദമായിട്ടുള്ള സംഭവങ്ങളുടെ അതിൻ്റെ ഒരു കോട്ടയാണ് കേട്ടോ. അത് ഞാൻ പിന്നീട് വന്ന് കാണിച്ചു തരാം. ഒട്ടും വയ്യ, നല്ല ചൂടായതുകൊണ്ട് ക്യാമ്പ് ചെയ്യാനൊന്നും വയ്യ കേട്ടോ. ഇവിടെ ഫ്രണ്ട്സോ ആരുമില്ല, സോഷ്യൽ മീഡിയയിലും പരിചയമുള്ള ആൾക്കാരില്ല, കൗച്ച് സർഫിങ്ങിൽ പരിചയമുള്ള ആൾക്കാരില്ല, വഴിയിൽ നിന്നും ആരും നമ്മളെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോയില്ല. അതുകൊണ്ട് വല്ല ഹോട്ടലിൽ വല്ല സ്റ്റേ ആണെന്ന് വിചാരിക്കുക. സോ വി ആർ ഇൻ ഷാസിബ. ഹലോ. Hello. സലാം അലൈക്കും. ഹോട്ടൽ Nashpool? 2 person, 1 night. 2. Bölçemi kim? Turizm. 2 mil? Ha. 2 mil no? Ha. 400,000. On a good time. No, so this no? It's okay. Okay. Samin is 200. For 200,000. Okay. This two? This two. This how much Nashpool? Wow. Small room. Oh, 300,050. Okay. Now we came to another hotel. Oh, there is also one hotel. Some family guest house. This is the place where we come in. No. Another. 120. 2 person 220, 4 person 380. Salam alaikum. Assalamu alaikum. Hotel? Да, 2 person? да. Сейчас подождете, спускай. Huh? Bu muydu mu? 220. We already talked to him. Hello? No. You want no? No, 220. Yeah, okay. You have Yeah, no, Joe. we already bargained. അങ്ങനെ അവസാനം ഏതൊക്കെ റൂം ഒന്ന് എടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊരു 2000 രൂപ അടുപ്പിച്ച് വന്ന ഉടനെ AC ഇട്ടു. ഭയങ്കര ചൂട്. തിരിച്ച് പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ വെട്ടം കണ്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ. ആ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ അമീർ തിമൂറിൻ്റെ അതൊക്കെ ഞാൻ നാളെ കാണിച്ചു തരാം. ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ല വിശപ്പുണ്ട്. ഇത് ഒരു ചെറിയ നേരമാണ്. സലാം. ഇവിടെ എന്ത് കഴിക്കാമെന്നാണ് കേട്ടോ ആലോചിക്കുന്നത്. ഉന്ദർ സമൂസ. നമ്മുടെ ഹോട്ടൽ റൂമിൻ്റെ അടുത്ത് തന്നെ എത്ര ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളാണ്. ഉസ്ബെക്കിസ്ഥാനിലൊക്കെ ധാരാളം ഇംഗ്ലീഷ് ഭയങ്കര പാഷനേറ്റ് ആയിട്ട് പഠിക്കണമെന്നുള്ള പല കുട്ടികളുണ്ട് കേട്ടോ. ഞാനത് 4 വർഷം മുന്നേ വന്നപ്പോഴും കണ്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് പഠിക്കുന്നത് ഇവിടെ ധാരാളമാണ്. കിർഗിസ്ഥാനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇംഗ്ലീഷ് കൂടുതൽ സംസാരിക്കുന്ന ഒരു രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ. എന്നിരുന്നാലും വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇംഗ്ലീഷൊക്കെ സംസാരിക്കാറുള്ളൂ. ഈ കാണുന്നത് നമ്മുടെ മജ്ലിസ്, അതിൻ്റെ വേണ്ടിയിട്ടുള്ള ചെയറൊക്കെ വിൽക്കുന്ന കടകളാണ്, വെഡ്ഡിങ്സിൻ്റെയൊക്കെ. ഇത് വെഡ്ഡിങ് ഹോളാണ് കേട്ടോ. ഇവിടെ വല്ല വെഡ്ഡിങ് ഉണ്ടായിരുന്നു ഇന്ന് പോവായിരുന്നത്. വെഡ്ഡിങ്ങിൻ്റെ ഹോളാണ്, കല്യാണ ഹോളാണ് കേട്ടോ. നമ്മളങ്ങനെ പുറത്തോട്ട് വന്നു. നല്ല മനോഹരമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ മസ്ജിദ് കേട്ടോ. നല്ല രസമുള്ള ഒരു ആർക്കിടെക്ചർ കാണാൻ നല്ല രസമുണ്ട്. അടിപൊളി കേട്ടോ കാണാനായിട്ട്, അടിപൊളി കേട്ടോ. വേറൊരു പ്രത്യേക അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു പള്ളി. ഭയങ്കര അതിൻ്റെ ആർക്കിടെക്ചർ, ഇതിൻ്റെ ഡോമൊക്കെയാണ് ഒരു നമ്മുടെ ഷിയ മോസ്കൊക്കെ പോലുള്ള ഒരു പേർഷ്യൻ സ്റ്റൈൽ എന്നങ്ങനെ ഉറപ്പിച്ച് പറയാനായിട്ടും സാധിക്കില്ല. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ സിറ്റി. വിചാരിക്കുന്നുള്ളതല്ല, കുറച്ച് വലുതാണ് ഈ ഒരു നഗരം. നമ്മൾ പുറത്ത് വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ്, ഒരു വലിയൊരു ഫാമിലി റെസ്റ്റോറൻ്റാണ് കേട്ടോ ഈ കാണുന്നത്. എല്ലാ ഭക്ഷണത്തിലും നമ്മുടെ ബ്രെഡ് കൊണ്ടുവന്ന് വയ്ക്കും ഇവർ. ബ്രെഡ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ ഇവിടെ കുറേ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ഷഷ്ലിക്ക് സാധനങ്ങൾ ഇതൊക്കെയാണ്. നമ്മുടെ കബാബ് വന്നിട്ടുണ്ട്. ഇനി അഫ്ഗാനിസ്ഥാനിൽ പോയാലും കൂടുതൽ ഇതുപോലത്തെ കബാബുകളാണ് കേട്ടോ പ്രസിദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ. ഇവിടെ ഐറാനും നമ്മുടെ ഈ ഒരു ജ്യൂസും ഭയങ്കര പ്രസിദ്ധമാണ്. ഞാൻ ഐറാനും കൂടെ അഹമ്മദ് കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഐറാൻ കുടിക്കുന്നത്.
ഒരു കല്യാണത്തിന് വന്നതാണ്. സലാം അലൈക്കും. ഓ ഇവിടെ വരനും വധുവും. സലാം. കൺഗ്രാജുലേഷൻ മഹാത്മാഗാന്ധിജി. യെസ് ഇവർ ഇന്ത്യ എന്ന് പറയുമ്പോൾ മഹാത്മാഗാന്ധിജി ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇവർക്ക് വേണ്ടി എല്ലാവരും നമ്മുടെ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ കാണുന്ന ഭാഗത്തെല്ലാം ഹായ്.